السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഹിബത്ത്, ദാനം. എൻ്റെ കടക്കാരന് മദീനിന് എനിക്ക് പൈസ തരാനുള്ള ആൾക്ക് അയാളെ കടത്ത് ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നത് ഹിബത്താണ്. എനിക്ക് തരാനുള്ള കടം മറ്റൊരാൾക്ക് ദാനം നൽകുന്നത് അതും ഹിബത്താണ്. രണ്ടും സ്വഹിയാണ്. എനിക്ക് നിങ്ങൾക്ക് പൈസ കടം തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കടം ദാനം തരുന്നത് നിങ്ങളെ കടത്തിൽ നിന്ന് ഒഴിവാക്കലാണ്, ഇബ്ര ആണ്. നിങ്ങളെനിക്ക് തരാനുള്ള കടം സെയ്ദിന് ദാനം ചെയ്യുന്നത് അതും സ്വഹിയാണ്. അങ്ങനെയും പറ്റും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? സെയ്ദിന് കൊടുക്കണം. വഹിബത്തു ദൈനിൻ ലിമദീനിൻ, കടം കടക്കാരന് ദാനം നൽകൽ ഇബ്രാ ഉല്ലഹു അൻഹു, അവനെ കടത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കലാണ്. ഫലാ യഹ്താജു ലി ഖബൂലിഹി, അപ്പം പിന്നെ ഇബ്രാഹിന് എന്ത് വേണ്ട? കബൂൽ ചെയ്യേണ്ട ആവശ്യമില്ല. കടബാധ്യത നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന് ഞാൻ സ്വീകരിച്ചു എന്ന് പറയേണ്ട. ഹിബത്താകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഹിബത്തിൻ്റെ നിയമത്തിൽ കബൂൽ വേണമെന്നാണല്ലോ, സ്വീകരിച്ചു എന്ന് പറയണം. ഒരാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നിടത്ത് ഞാൻ സ്വീകരിച്ചു എന്ന് പറയൽ നിർബന്ധമല്ല. ഫലാ യഹ്താജു ലി ഖബൂലിഹി നദറ ലിൽ മാന. നീ എനിക്ക് തരാനുള്ള കടം ഞാൻ നിനക്ക് ദാനം നൽകി എന്നത് പദം കൊണ്ട് ദാനമാണെങ്കിലും മായന കൊണ്ട് അതെന്താണ്? ഇബ്ര ആണ്. അതുകൊണ്ട് അതിനെന്ത് വേണ്ട? പദം വേണ്ട. വലിയ ഗൈരിഹി, ഒരു കടക്കാരനല്ലാത്ത ഒരാൾക്ക് ദാനം നൽകൽ ഹിബത്തുൻ സഹീഹത്തുൻ, ശരിയായ ദാനമാണ്. പക്ഷേ ഇന്നാലിമ ഖദ്റഹുദിൻ്റെ അളവ് രണ്ടുപേരും അറിയുകയാണെങ്കിൽ. കമാ സഹഹു ജംഉൻ തബഅൻ നസ്സി, ഷാഫി ഇമാമിൻ്റെ തന്നെ ഖൗലിനെ പിന്തുടർന്നുകൊണ്ട് ഒരു സംഘം പണ്ഡിതന്മാരെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഖിലാഫൻ ലിമാ സഹഹുൽ മിൻഹാജു, ഇമാം നവവി തങ്ങൾ മിൻഹാജിൽ പ്രബലപ്പെടുത്തിയത് അത് ബാത്തിലാണ് എന്നാണ്. ഏത്? അളവറിയാത്ത ഈ ദാനം ബാത്തിലാണ് എന്നാണ്. തുഹ്ഫയിൽ സഹിയാണെന്നുള്ള അഭിപ്രായമാണ്, ബാത്തിലാണെന്നുള്ള അഭിപ്രായമാണ് ഇമാം റംലി നിഹായയിലും ഇമാം മുഗ്നി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. ഇനി ഇബ്രാഹിൻ്റെ പാഠമാണ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഇബ്രാഹിം കൂടെ പറയണമല്ലോ. നിങ്ങൾ തരാനുള്ള എന്തോ കടം തരാനുണ്ടെങ്കിൽ അത് എത്രയാണ് എന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം. എപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരുന്നത് ഒരു പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, നീ എനിക്ക് നിൻ്റെ വാഹനം തരികയാണെങ്കിൽ, ഓട്ടം തരികയാണെങ്കിൽ, നീ എനിക്ക് തരാനുള്ള കാശ് ഞാൻ പൊരുത്തപ്പെട്ട് തന്നു എന്ന് പറഞ്ഞു. ഇവിടെ പൊരുത്തപ്പെട്ട് തരുന്നത് ഒരു പ്രതിഫലത്തിനെ തുടർന്നാണ്, വണ്ടി ഓട്ടുക എന്നുള്ളത്. അവിടെ എന്ത് ചെയ്യണം? എത്രയാണ് കൊടുക്കാനുള്ളത്, വാങ്ങാനുള്ളത്, തരാനുള്ളത് എന്ന് രണ്ട് കൂട്ടർക്കും അറിഞ്ഞിരിക്കണം. എൻ്റെ തീരെ അറിയണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. എനിക്ക് എത്രയോ ആൾക്കാർ തരാൻ, നമ്മളിപ്പോൾ ആൾക്കാർക്ക് പൈസ പൊരുത്തപ്പെട്ട് കൊടുക്കൂലേ? ഈ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ എത്രയാണ് എന്നറിയണം. ആർക്കറിയണം? എനിക്കും അറിയണം, നിങ്ങൾക്കും അറിയണം എന്നാണ് പ്രബലം. വേണ്ട എന്നാണ് ഖദീം പറയുന്നത്. ഈ ഒരു മസലൻ്റെ നേട്ടം എന്താ? നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു വന്നു. പിന്നെ ഞാൻ പറയുകയാണ്, എത്രയും നിനക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു. മാലൂമാകണം എന്ന അഭിപ്രായ പ്രകാരം എത്രയാണ് കടം എന്ന് അറിയണം, എന്നാലേ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റൂ എന്ന അഭിപ്രായ പ്രകാരം പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്നോട് എന്തോ ഒരു പൈസ വാങ്ങിയിരുന്നു, അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടായിരുന്നു, എത്രയും നിനക്ക് അറിയില്ലായിരുന്നു
എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെ പൊരുത്തപ്പെട്ട് ശരിയാവില്ലല്ലോ, സ്വീകരിക്കൂല. അങ്ങനെ പക്ഷെ ബാത്തിനൻ സ്വീകരിക്കും. യഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് അറിഞ്ഞണോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. പുറത്തേക്ക് എന്താവില്ല, ആ വാക്ക് സ്വീകരിക്കൂല. മനസ്സിലായില്ല? നിങ്ങളെനിക്കൊരു പൈസ, നിങ്ങളെനിക്ക് തരാനുള്ള പൈസ പൊരുത്തപ്പെട്ട് തന്നു. അപ്പോൾ നമ്മളെ നിയമം എന്താണ്, എത്രയാണെന്ന് അറിയണം എന്നല്ലേ. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് ശരിയായിട്ടില്ല, എനിക്ക് എത്രയായിരുന്നു അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ വാദം സ്വീകരിക്കൂല, കോടതിയിൽ സ്വീകരിക്കൂല. പക്ഷെ അള്ളാൻ്റെ അടുക്കൽ ബാത്തിനൻ സ്വീകരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ കടബാധ്യതയിൽ നിന്ന് ഒഴിവാകൂല എന്നർത്ഥം. കാരണം നിയമം എന്താണ്, അറിയണം എന്നാണ്, എത്രയാ സംഖ്യ എന്ന് അറിയണമെന്നല്ലോ. അപ്പോൾ ബാത്തിനൻ പഠിച്ചവൻ്റെ മുന്നിൽ എന്തായിട്ടില്ല, അത് നിങ്ങളെ പൈസ ആയിട്ടില്ല, അതായത് നിങ്ങൾ പൊരുത്തപ്പെട്ടതായിട്ട് കൂട്ടൂല എന്നർത്ഥം. കോടതിയിൽ നീ പറഞ്ഞല്ലേ, നേരത്തെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് എൻ്റെ വാദം സ്വീകരിക്കൂല എന്നാണ് പറയുക. അതാണ് ലാഹിറം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ. ലാഹിറം എന്ന് പറഞ്ഞാൽ കോടതിയുടെ വാദങ്ങൾ സ്വീകരിക്കൂല, പക്ഷെ അതിൻ്റെ ഉള്ളുകൊണ്ട് യാഥാർത്ഥ്യം കൊണ്ടെന്താവും, സ്വീകരിക്കപ്പെടും. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയാതെ തന്നെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ഒറിജിനൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളെ വാദം പോലെ നിങ്ങൾ കാര്യമെങ്കിൽ ആ പൊരുത്തപ്പെട്ടത് ശരിയായിട്ടില്ല. ലാ യസിഹുൽ ഇബ്റാഹു മിനൽ മജ്ഹൂലി ലിദ്ദാഇനി അവൽ മദീനി. കടം നൽകിയവനോ കടം നൽകാനുള്ളവനോ എത്രയാണ് എന്നറിയാത്ത സംഖ്യ പൊരുത്തപ്പെടൽ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കൽ സ്വഹിയല്ല. പക്ഷേ ലാക്കിൻ ഫീമാ ഫീഹി മുആവദ, ഒരു പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ളതാണെങ്കിൽ, മുആവദത്ത് പ്രതിഫലം. ഉദാഹരണം, ഇന്നബ്രഅത്തിനി, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാൽ ഫഅന്തി ത്വാലിഖുൻ, നീ ത്വാലിഖാണെന്നാണ്. ഒരു പെണ്ണ് തലാഖ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണിന് എന്തുണ്ട്, കുറേ 10-25 പവനൊക്കെ കൊടുക്കാനുണ്ട്. പെണ്ണിന് തലാഖിൽ ഒഴിവാക്കും വേണം. പെണ്ണ് പറഞ്ഞു എന്നെ തലാഖിൽ വരുമെന്ന്. അപ്പോൾ ഇയാളെന്ത് പറഞ്ഞു, നിനക്ക് തരാനുള്ളതൊക്കെ പൊരുത്തപ്പെട്ട് തരികയാണെങ്കിൽ തലാഖ് എഴുതി തരാമെന്ന് പറഞ്ഞു. അവിടെ എന്താക്കണം, മാലൂമാകണം, മജ്ഹൂലായ പറ്റില്ല. ലാ ഫിമാ അദാദാലിക, ഇതല്ലാത്തതിൽ പ്രശ്നമില്ല. അലൽ മുഅത്തമദായ പ്രകാരം പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ളതല്ലാത്ത ഇബ്ര ആണെങ്കിൽ അവിടെ മജ്ഹൂലാണെങ്കിലും കുഴപ്പമില്ല. അഫിൽ ഖദീമി യസിഹു മിനൽ മജ്ഹൂലി മുത്ലഖൻ, ഖദീമിൽ മജ്ഹൂലിനെ പൊരുത്തപ്പെട്ട് കൊടുക്കുക മുത്ലഖൻ, പ്രതിഫലമുള്ളതാണെങ്കിലും അല്ലെങ്കിലും നിരുപാധികം. വലൗ അബ്ര, ഒരാളൊരു കടബാധ്യത പൊരുത്തപ്പെട്ട് കൊടുത്തു, സുമ്മദ്ദ അൽ ജഹ്ൽ, പിന്നീട് അയാൾ എത്രയാണ് എന്നറിയില്ല എന്ന് വാദിച്ചാൽ, ജഹലിനെ വാദിച്ചാൽ, ലം യുഖ്ബൽ ളാഹിറൻ, കോടതി വാദത്തിൽ അത് സ്വീകരിക്കപ്പെടില്ല. ബൽ ബാത്തിനൻ, ഉള്ളിൽ സ്വീകരിക്കപ്പെടും. അതിന് യാഥാർത്ഥ്യം എങ്ങനെയാണോ അങ്ങനെ ഉണ്ടാവുക. അയാൾ അറിയാതെയാണ് യഥാർത്ഥത്തിൽ പൊരുത്തപ്പെട്ട് കൊടുത്തതെങ്കിൽ ളാഹിറൻ എന്തായിട്ടില്ല, പൊരുത്തപ്പെടൽ സ്വഹിയായിട്ടില്ല. ബാത്തിനൻ ദക്കറുഹു റാഫി. ജവാഹിർ എന്ന കിതാബിൽ ഇമാം സബീലിയത്തോട് റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഒരു പെൺകുട്ടിയെ സമ്മതം വാങ്ങാതെ കെട്ടിച്ചു. അങ്ങനെ കെട്ടിക്കാലോ, ഇജ്ബാർ എന്നതിന് പറയാം, മുജ്ബറത്ത്. പാപ്പാക്കും വലിയ പാപ്പാക്കും എന്ത് ചെയ്യുക, മകളെ സമ്മതമില്ലാതെ കെട്ടിക്കാം. അങ്ങനെ കെട്ടിച്ചെടുത്ത് അവൾ പറഞ്ഞെന്ത്, അവൾ മഹർ എത്രയെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. വാദം സ്വീകരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അവളെ പൊരുത്തപ്പെട്ടു കൊടുത്തു ഭർത്താവിന്. പിന്നെ അവൾ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു എത്ര, എൻ്റെ മഹർ എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ട രീതിയിൽ കെട്ടിക്കപ്പെട്ട പെണ്ണാണെങ്കിൽ അവളെ വാദം സ്വീകരിക്കപ്പെടും. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലൊക്കെ അറിയില്ല എന്നുള്ള വാദത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവുണ്ടെങ്കിൽ. തുസദ്ദഖു സഗീറത്തുൽ മുസവ്വജതു ഇജ്ബാറൻ, സമ്മതമില്ലാതെ നിർബന്ധിക്കപ്പെട്ട നിലയിൽ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിയുടെ വാദം സ്വീകരിക്കപ്പെടും. ബിയമീനിഹ, അവളെ സത്യം ചെയ്താൽ. എന്ത് വാദം? ഫീ ജഹ്രിഹ ബി മഹ്രിഹ, അവളുടെ മഹർ അവൾക്ക് അറിയില്ലായിരുന്നു എന്ന്. ഓക്കെ. ഖാൽ ഗസിയു, പഴയ കാലത്തൊക്കെ മഹറൊക്കെ പൊരുത്തപ്പെടൽ തന്നെയാണ്. ഇപ്പോഴാണ് മഹറൊക്കെ കൃത്യമായിട്ട് പറയലും കൊടുക്കലൊക്കെ. മുമ്പൊക്കെ
വലിയ വലിയ മഹറൊക്കെ പറയും, കൊടുക്കൂല. പിന്നെ ഭാര്യനെ കൊണ്ട് പൊരുത്തപ്പെടിക്കലാണ്. അപ്പം പൊരുത്തപ്പെട്ടു കൊടുത്തു ഭാര്യ. പിന്നീട് തർക്കമായപ്പോൾ ഓള് പറഞ്ഞു എനിക്ക് എത്രയാണ് മഹർ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ വാദം സ്വീകരിക്കപ്പെടും. അപ്പോൾ ആ പൊരുത്തപ്പെട്ടു കൊടുത്തത് ശരിയാവില്ല. അവൾക്ക് ആ മഹർ കിട്ടണം, ഭർത്താവ് കൊടുക്കേണ്ടി വരും, കാരണം പൊരുത്തപ്പെട്ട് ശരിയായിട്ടില്ല. വസീയ് പറഞ്ഞു മുഖദൽ കബീറത്തുൽ മുജ്ബറത്തു, അതുപോലെ തന്നെ നിർബന്ധിച്ച് കല്യാണം കഴിക്കപ്പെട്ട വലിയ പെണ്ണും അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടി മാത്രമല്ല, വലിയ പെണ്ണും. ഇൻദല്ലൽ ഹാലു അലാ ജഹ്ലിഹ, സാഹചര്യം അവളുടെ വാദം ശരിയാണ്, അവൾക്കറിയില്ല എന്നതിന് സാഹചര്യ തെളിവ് അറിയിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇൻദല്ലൽ ഹാലു, സാഹചര്യ തെളിവ് അറിയിക്കുന്നുണ്ടെങ്കിൽ അലാ ജഹ്ലിഹ, അവൾക്ക് അറിയില്ലായിരുന്നു എന്നതിന്മേൽ. അപ്പം മജുഹൂലിനെ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ ഒന്നും നമുക്ക് എത്ര കിട്ടാനുള്ള സംഖ്യ എന്ന് അറിയില്ല. നമുക്ക് കുറേ ആൾക്കാർ തരാനുണ്ടാവും, എത്ര തരാനുള്ളതെന്നും അറിയില്ല, എത്ര വാങ്ങിയത് എന്ന് വാങ്ങിയാക്കും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് കൊടുക്കുക? അതിപ്പോൾ നിങ്ങൾ ഒരു കണക്ക് കൂട്ടിയാൽ മതി, എത്ര ഉണ്ടാവും? ഇപ്പോൾ 1000 ഒക്കെ ഉണ്ടാവുന്നാൽ, അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 750 എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അയാളോട് പറയാം ഞാൻ നിനക്ക് 1000 റുപ്യ പൊരുത്തപ്പെട്ടു എന്നാണ് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതിലെന്ത് ചെയ്യും? 1000 ആണെങ്കിൽ 1000 പെടും, 500 ആണെങ്കിൽ 500 പെടും. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ത്വരീഖുൽ ഇബ്രാഇ മിനൽ മജൂലി, അറിയാത്ത സംഖ്യ വിട്ടുകൊടുക്കുന്നതിൻ്റെ രീതി വഴി അൻ യുബ്രിഅഹു, അയാൾക്ക് വിട്ടുകൊടുക്കുക. ഇമ്മാ യാലമു, ഒരു സംഖ്യ, യാലമു അയാൾക്ക് ഉറപ്പുണ്ട്, അന്നഹുല യൻഖുസു അനിദൈനി, കടത്തേക്കാൾ കുറയില്ല എന്ന്. എന്തായാലും ഇപ്പോൾ ഒരാൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടാവുക, 10,000 ആണോ 1000 ആണോ എന്നൊക്കെ ഒരാൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പം കടത്തേക്കാൾ കുറയില്ലെന്ന് അയാൾക്ക് ഉറപ്പുള്ള ഒരു സംഖ്യയോട് പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഉദാഹരണം 1000 റുപ്യയുടെ പൊരുത്തപ്പെട്ട് കൊടുക്കുക. ശക്ക അയാൾ സംശയിക്കുന്നു, ഹൽ ദൈനുഹു, അയാളുടെ കടം യബ്ലുഹ 1000ത്തിലേക്ക് എത്തുമോ, ഔ യൻഖുസു മിൻഹ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറയുമോ എന്ന് സംശയിക്കുന്നു. അപ്പോൾ 1000 ഇട്ട് കൊടുക്കുക. 1000 ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. ശരി, വരൂ. ഇനി നിങ്ങൾ എനിക്ക് പൈസ കടം തരാനുണ്ട് എന്ന് കരുതിയിട്ട് ഞാനെന്ത് ചെയ്തു, നിങ്ങളെനിക്കൊന്നും തരാനില്ല എന്നാണ് അറിയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണം, അബ്ദുൽ ലത്തീഫ് സാഹിബേ, ഞാൻ നിങ്ങൾക്ക് 1,00,000 റുപ്യ പൊരുത്തപ്പെട്ടു എന്നിട്ട് പറഞ്ഞു. പിന്നീട് ഞാൻ കണക്ക് പുസ്തകം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ലത്തീഫ് സാഹിബ് എൻ്റെ അടുത്ത് നിന്ന് 1,00,000 റുപ്യ കടം വാങ്ങിയിട്ടുണ്ട് എന്ന്. നിങ്ങൾ രക്ഷപ്പെട്ടു. അതാ വലോ അബ്രാമി മുഅയ്യനി, ഒരു നിശ്ചയ സംഖ്യ ഒരാൾ പൊരുത്തപ്പെട്ടു നൽകി, മുഅ്തഖിദൻ, വിശ്വസിച്ചുകൊണ്ട്, അന്നഹു ലാ യസ്തഹിഖു, ആ സംഖ്യ അയാൾ അർഹിക്കുന്നില്ല എന്ന്, അയാൾക്ക് അത് ഹക്കാകുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഫബാന, പിന്നീട് വ്യക്തമായി, അന്നഹു, അയാൾ, യസ്തഹിഖുഹു, ആ സംഖ്യ അർഹനാണ് എന്ന് വ്യക്തമായാൽ, ഈ പറഞ്ഞൊരു കാര്യമല്ല, ബരി ആ ലത്തീഫ് സാഹിബ് രക്ഷപ്പെട്ടു. ശരി. ഇനി നേരത്തെ പറഞ്ഞ മസലയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. മക്കൾക്ക് കൊടുത്തത് തിരിച്ചു വാങ്ങാം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കൊടുക്കുന്നിടത്ത് വ്യത്യാസപ്പെടുത്തൽ കറാഹത്താണ്. മക്കൾക്ക് കൊടുക്കുന്നിടത്തും മാതാപിതാക്കൾക്ക് കൊടുക്കുന്നിടത്തും കാരണമല്ലാതെ വ്യത്യാസപ്പെടുത്തി കൊടുക്കൽ കറാഹത്താണ്. ഇനി മക്കൾ എന്ന് പറഞ്ഞാൽ പേരമക്കളായാലും മതി. പേരമക്കൾക്ക് ഹഫീദ് എന്നാണ് പറയാം. ഹഫീദ്, അഹ്ഫാദ്. ഹിബത്താകട്ടെ, ഹദിയാവട്ടെ, അല്ലെങ്കിൽ സ്വതക്കയാവട്ടെ, എന്തായാലും ഉമ്മാക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ തുല്യമായ രീതിയിൽ കൊടുക്കലാണ് സുന്നത്ത്. വ്യത്യാസപ്പെടുത്താം എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ. ഉദാഹരണത്തിന് എല്ലാ മക്കൾക്കും നല്ല ജോലിയുണ്ട്, ഒരാൾ ഒരു ഉസ്താദാണ്, ഏറ്റവും മുന്തിയ ജോലി ഉസ്താദ് പണി തന്നെയാണല്ലോ. പൈസ ഏറെ ഉണ്ടാകുക എന്നുള്ളതോ നല്ലല്ലോ ഇപ്പോൾ മാത്രമുള്ളത്, എന്നാലും പൈസ കുറവുണ്ടാവും. അപ്പോൾ ഉസ്താദായ മകൻ എന്ത് ചെയ്യുക, കുറച്ച് കൂടുതൽ ഭൂമിയൊക്കെ കൊടുക്കുക, വീടൊക്കെ ഉണ്ടാക്കാൻ, അത് പറ്റും. അല്ലെങ്കിൽ പെൺകുട്ടികളെല്ലാവരും ഒരേ സ്ഥിതിയിലല്ല. ഒരു പെൺകുട്ടിക്ക് സാമ്പത്തികമായിട്ട് മോശമാണ്, കെട്ടിച്ചോക്ക്, അപ്പോൾ കുറച്ച് ഏറെ കൊടുക്കുക. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ
ഏറ്റ വ്യത്യാസപ്പെടുത്തൽ കറാഹത്താണ് എന്നും ഹറാമാണ് എന്ന അഭിപ്രായമുണ്ട്. അതേമാതിരി മക്കൾ ഉമ്മാർക്കും പാപ്പാർക്കും കൊടുക്കുന്നിടത്തും തുല്യമാക്കണം എന്നുള്ളതാണ്. ഇനി അധികം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് ആർക്കാണ്? ഉപ്പാക്കല്ല, ഉമ്മാക്കാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കാം. വൈക്രഹുലി മഅത്തിൻ, കൊടുക്കുന്നയാൾക്ക് കറാഹത്താണ്. തഫ്ദീലുൻ, വ്യത്യാസം, വ്യത്യാസപ്പെടുത്തൽ, ഫി അത്തിയത്തി ഫുറോയിൻ, മക്കൾക്ക് കൊടുക്കുന്നിടത്ത്. വൈൻ സഫലു, അവരെത്ര താഴെയുള്ള മക്കളാണെങ്കിലും, അതായത് പേരമക്കളാണെങ്കിലും, വലവിൽ അഹ്ഫാദമാ ബുജൂദിൽ ഔലാദി, മക്കളുണ്ടായിരിക്കെ പേരക്കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും, ഒക്കെ മക്കൾ തന്നെയല്ലേ. ഫുറോ എന്ന് പറഞ്ഞാൽ അതല്ലേ, മക്കളും പേരമക്കളും അടക്കണം, ആണും പെണ്ണും അടങ്ങുന്നതിനല്ലേ ഫുറോ എന്ന് പറയാം. അപ്പം മക്കൾക്ക് കൊടുക്കുന്നതും പേരമക്കൾക്ക് കൊടുക്കണമൊക്കെ ഒരേ അളവായിരിക്കണം എന്നർത്ഥം. മക്കളുണ്ടായിരിക്കെ പേരമക്കൾക്ക് കൊടുക്കുമ്പം കുറക്കാവും പറ്റൂല. വലവിൽ അഹ്ഫാദമാ ബുജൂദിൽ ഔലാദി, മക്കളുണ്ടായിരിക്കെ പേരമക്കൾക്കാണ് നൽകുന്നതെങ്കിലും വ്യത്യാസപ്പെടുത്തൽ കറാഹത്താണ്. തഫ്ദീൽ അല്ല ലൗജഹി, പ്രബലമായ പ്രായത്തിൽ ഒരഭിപ്രായമുണ്ട്, മക്കളുണ്ടാകുമ്പോൾ പേരമക്കൾക്ക് കുറച്ച് കൊടുക്കുക, മക്കൾക്കും പേരമക്കൾക്കും ഒരേമാതിരി തന്നെ കൊടുക്കണമെന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. മക്കളുണ്ടായിരിക്കെ പേരമക്കൾക്ക് കുറക്കലെന്തില്ല, കറാഹത്തില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഏതായാലും മൊത്തത്തിൽ പറയുമ്പോൾ തഫ്ദീൽ കറാഹത്താണ്. സവാങ്കാനത്ത് തിരിക്കെല്ലാം തീയത്തു, ആ ദാനമായാലും ഹിബത്താവട്ടെ, ഹദിയാവട്ടെ, സ്വതക്കയാവട്ടെ, വഖഫാവട്ടെ, ഔ ഉസൂരിൻ, അതുപോലെ മക്കൾ മാതാപിതാക്കൾക്ക് നൽകുന്നതിലും വ്യത്യാസം കാണിക്കൽ കറാഹത്താണ്. ഇൻ ബഉദു, അവരെത്ര മുകളിലുള്ള അകലത്തിലുള്ള പിതാക്കളാണെങ്കിലും വാപ്പാൻ്റെ വാപ്പാക്കും കൊടുക്കുന്നത് ഒരേ സംഖ്യയാവണം. സവാഅൻ അദ്ദക്കറു വായിറുഹു, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, വല്യമ്മയാണെങ്കിലും വല്യാപ്പയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും, ഇല്ലാലി തഫാവത്തി ഹാജത്തിൻ, ആവശ്യത്തിലുള്ള വ്യത്യാസത്തിന് വേണ്ടി ഒഴികെ, ഔ ഫദിലിൻ, അല്ലെങ്കിൽ ഒരു മികവിലുള്ള വ്യത്യാസത്തിന് വേണ്ടി ഒഴികെ. ഒരാൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഏറെ കൊടുക്കാം. അലലവ് ചെയ്യി. അപ്പോൾ ഫദിൽ ഞാൻ പറഞ്ഞില്ല, ഇൽമൊക്കെ പറഞ്ഞുതരാം. ഇൽമ് ഒരു വേറെ ഹറമോ അങ്ങനെ വ്യത്യാസപ്പെടുത്തില്ല, ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു നീതി പാലിക്കണമല്ലോ. മക്കൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. നമ്മളെ മക്കൾക്ക് അങ്ങനെ വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ, യൂസുഫ് നബിൻ്റെ ചരിത്രമൊക്കെ അറിയില്ലേ, ഒരാളോട് കൂടുതൽ സ്നേഹം കാണിക്കാനോ ഒരാൾക്ക് കൊടുക്കുന്നിടത്ത് കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ തോന്നും അപ്പോൾ എനിക്ക് കുറച്ചേ തരുള്ളൂ, അവന് കൂടുതൽ കൊടുക്കും എന്നൊക്കെ. ഇപ്പോൾ ഒരു മകനാണ് നിങ്ങളെ നല്ലോണം നോക്കണതെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം, അവന് കൂടുതൽ കൊടുക്കണം എന്നുള്ള വളരെ ലാഹിറല്ലേ. കാരണം ഹാജത്തുണ്ടല്ലോ അവിടെ. അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് നിങ്ങൾ കുറച്ച് ഭക്ഷണം കൊടുത്തയക്കുകയാണ്, ഒരു മകൻ്റെ വീട്ടിലേക്ക്, മറ്റേ മകൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തയക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കണം. അല്ല എല്ലാവരും കണക്കാണെങ്കിലോ തുല്യമാക്കി തന്നെ കൊടുക്കണം. ഒരു മകൾ വരുമ്പോൾ ഓക്ക് കുറച്ചേറെ, മറ്റേ മകൾക്ക് കുറച്ച് കുറവ്, അതൊക്കെ ആവശ്യവും ഒരാളേക്കാൾ മറ്റേ ആൾക്ക് മികവ്, അറിവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ തുല്യമായി കൊടുക്കണം. വനഖലഫി റൗദത്തി ദാരിമി ഫൈൻ ഫദല ഫിൽ അസ്ലി, അപ്പോൾ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നിടത്ത് ഒരാൾ വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ ഫൽ യുഫദ്ദിൽ, അവൻ വ്യത്യാസപ്പെടുത്തട്ടെ. അല്ലുമ്മ, ഉമ്മാനെയാണ്, ഉമ്മാക്ക് അധികം കൊടുക്കട്ടെ. ഫൽ യുഫദ്ദിൽ അല്ലുമ്മ, ഉമ്മാക്ക് അധികം കൊടുക്കട്ടെ. വാഖറഹു, റൗദയിൽ അത് നഖ്ല് ചെയ്യുകയും ഇമാം നബി തങ്ങളത് ശരി പറയുകയും ചെയ്തിട്ടുണ്ട്. ലിമാഫിൽ ഹദീസി, കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് ഇന്നലഹാ സുലുസൈൽ ബിർരി, ഉമ്മാക്ക് ഗുണത്തിൻ്റെ 3 ഭാഗമുണ്ട് എന്ന്. മക്കൾ ഗുണം ചെയ്യുന്നത് ഗുണത്തിൽ 1 ബാപ്പാക്കും 2 വിഹിതം, സുലുസൈനിന 2/3 3 ഓഹരി ചെയ്തിട്ട് അതിൽ 2 ഓഹരിക്കാണ് സുലുസൈനി എന്ന് പറയാം. സുലുസൈനി, ഒരു ഓഹരിക്ക് സുലുസ് എന്ന് പറയും, 3/1 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ശറഹ് മുസ്ലിമിൽ മുഹാസിബിമ പറഞ്ഞായി പറയുന്നുണ്ട്, അൽ ഇജ്മാഉ അലാ തഖ്ദീരിഹ ഫിൽ ബിർരി, നന്മയും ഗുണം ചെയ്യുന്നിടത്ത് വാപ്പാനേക്കാൾ ഉമ്മാനേക്ക് അധികം നൽകണമെന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ വാപ്പാനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കുറച്ച് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരഭിപ്രായമുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നിടത്ത് വ്യത്യാസപ്പെടുത്തലേ എന്തുള്ളൂ, കറാഹത്തുള്ളൂ. മക്കൾ
വാപ്പാർക്കും ഉമ്മാർക്കും കൊടുക്കുന്നിടത്ത് ഏറ്റവും വ്യത്യാസപ്പെടുത്തൽ കറാത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉമ്മാർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത്. ഹനഫി മദ്ഹബിൻ്റെ പറഞ്ഞുതരാം. ഹനഫി മദ്ഹബിൽ നമ്മളെ മദ്ഹബിനെ നേരെ തരാം. മക്കൾക്ക് കൊടുത്ത്, നേരത്തെ പറഞ്ഞ മസിലേക്ക് മടങ്ങുകയാണ്, മക്കൾക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല, പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്താണെങ്കിൽ തിരിച്ചു വാങ്ങാമെന്നുള്ളതാണ്. ഹിബത്തെ ദാനം നൽകി എന്ത് ചെയ്യുക, തിരിച്ചു നൽകാം. മക്കൾക്ക് കൊടുത്ത് പറ്റില്ല. മാലിക് ഇമാമിൻ്റെ അഭിപ്രായം എന്താ പറയുക, മക്കൾക്ക് ഒരു സ്നേഹം, ഇഷ്ടം എന്ന രീതിയിൽ കൊടുത്തതാണെങ്കിൽ തിരിച്ചു വാങ്ങാം. സ്വതക്ക എന്ന രീതിയിൽ കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പറ്റൂല എന്നാണ്. അങ്ങനെയൊക്കെ മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്. ഏതായാലും ഒരാൾ, മാതാപിതാക്കൾ, അയൽവാസികൾ, കുടുംബങ്ങൾ, നമ്മൾ നന്മ ചെയ്യേണ്ട ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ദലുൽ ബിറുൽ വാലിദൈനാണ്. എന്താ ഈ ബിറുൽ വാലിദൈന് മാതാപിതാക്കൾ ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന്. ശറഅയിൽ വിലക്കപ്പെട്ടതല്ലാതെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുന്നതിൻ്റെ പേരാണ് ബിറുൽ വാലിദൈൻ. അവർക്ക് എന്താ സന്തോഷം ഉണ്ടാകുന്ന കാര്യം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുണ്ടോ? ബിറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഗുണം ചെയ്യുക, മാതാപിതാക്കൾ ഗുണം ചെയ്യാൻ പൈസ ഇങ്ങനെ കൊടുക്കുക എന്നാ അല്ല. അതിനൊക്കെ കൃത്യമായി ശറഅയിൽ കാഴ്ചപ്പാടുണ്ട്. ഏതെങ്കിലും മറ്റേ വയസ്സന്മാരെ നോക്കണ സെൻറ്ററിലാക്കിയിട്ട് മാസത്തിൽ അവർക്ക് 20,000 25,000 കൊടുത്ത്, അതല്ലെങ്കിൽ പൈസ അങ്ങനെ കൃത്യമായിട്ട് കൊടുത്തു, അതല്ല ബിറുൽ വാലിദൈൻ. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. വാക്കാലോ സാമ്പത്തികമായിട്ടോ പെരുമാറ്റത്താലോ സന്ദർശനത്താലോ, അതുപോലെ അവരെ താമസം, അവരെ സംസാരം, ഇപ്പോൾ സംസാരിച്ച് സന്തോഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബിറുൽ വാലിദൈൻ. കുറച്ചു നേരം ഞാനൊരു മാതാപിതാക്കൾ ഗുണം ചെയ്യട്ടെ എന്ന് വരുന്ന ഒരാൾ, അവർക്ക് കുറച്ചു നേരം അവരോട് വർത്തമാനം പറഞ്ഞാൽ സന്തോഷം ഉണ്ടായെങ്കിൽ അതാണ് ബിറുൽ വാലിദൈൻ. അത് നടത്തിയിട്ടില്ലെങ്കിലും ബിറുൽ വാലിദൈൻ നടത്തിയിട്ടില്ല. അവർക്ക് ഒന്ന് കുടുംബക്കാരെ വീട്ടിലേക്ക് പോകണം, അപ്പോൾ അവർക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങളത് പൈസ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകലാണ് ബിറുൽ വാലിദൈൻ. മനസ്സിലാവുണ്ടോ? ഇന്ന ഭക്ഷണം അവർക്ക് ഉണ്ടാക്കണം, അതുണ്ടാക്കി കൊടുത്ത് അവർക്ക് സന്തോഷം ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ പേരാണ് ബിറുൽ വാലിദൈൻ. നിങ്ങൾക്കൊക്കെ മാതാപിതാക്കളുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഒന്ന് എൻ്റെ അടുത്തൊന്ന് വരണം, ചില ആൾക്കണ്ടില്ലേ, നീ ഒന്ന് വന്ന് പോയിക്കടാ എന്ന് പറഞ്ഞു, അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയൽ ബിറുൽ വാലിദൈനില്ല. ഒന്ന് വെറുതെ വന്ന് പോകും. എന്തിന്? ഒന്നുമില്ല. നിങ്ങളിപ്പോൾ എന്തിനോട് വരാൻ പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നിങ്ങളൊന്ന് വന്ന് പോകുന്നതിൽ, നിങ്ങളൊന്ന് കാണുന്നതിൽ മാതാപിതാക്കൾക്ക് മക്കളെ കാണുന്നതിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. ഈ വിധത്തിൽ ഒരു ഭാഗത്തിന് നേർച്ചയ്ക്ക് പോകണം, അല്ലെങ്കിൽ ആ കല്യാണത്തിന് പോകണം, രോഗിനെ കാണാൻ, അവർക്ക് വയസ്സായിട്ടുണ്ടാകും, അപ്പോൾ അവരൊന്ന് കൊണ്ടുവരൽ, അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ബിറുൽ വാലിദൈൻ എന്ന് പറയുക. കൃത്യമായൊരു നിർവചനം ഇസ്ലാം പറഞ്ഞതുപോലെ ലോകത്താരും പറഞ്ഞിട്ടില്ല. ഫിഅലുമായി യുസിറുഹുമ, ഇതൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് അവസരം കിട്ടുന്നിടത്ത് സംസാരിക്കാനും പ്രഭാഷണം നടത്താനൊക്കെ പറ്റുന്നിടത്തൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇക്കാര്യം തർശീഹിൽ ഈ വിഷയം ചർച്ച ചെയ്തെടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാകരുത്. ആ ബിറിൽപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വാപ്പാനും ഉമ്മാനും സുഹൃത്തുക്കൾക്ക് നന്മ ചെയ്യാന്നുള്ളത്. ഇന്ന അബറൽ ബിർറി അൻ യസില റജുലു അഹ്ല ബുദ്ധി അബീഹി. നന്മൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നന്മയാണ് ഒരു മനുഷ്യൻ വാപ്പാൻ്റെ സ്നേഹിതന്മാരുമായിട്ട് അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഒക്കെ സ്നേഹിതന്മാരുമായിട്ട് ബന്ധം പുലർത്തുകയാണ്. ഈ ബിറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹുഖൂഖ് എന്ന് പറയാം. ബുദ്ധിമുട്ടിക്കൽ അതാണിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അള്ളാഹു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് മുത്തഖീങ്ങൾ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.